ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് പറയാനായിട്ട് പോകുന്നത് ബിവോക്ക് ഡയാലിസിസ് സെക്കൻഡ് സെമ്മിലെ ക്ലിനിക്കൽ ഡയാലിസിസ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിലെ യൂണിറ്റ് 2-ലെ ബാക്കിയുള്ള ഭാഗങ്ങളാണ്. കറക്ഷൻ ഓഫ് സോൾട്ട് ആൻഡ് ഫ്ലൂയിഡ് ഓവർലോഡ് എന്നുള്ള ഭാഗം നമ്മൾ കഴിഞ്ഞ ഓഡിയോയിൽ എ വരെ പറഞ്ഞ് നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇനി ബി ആണ് പറയുന്നത്. നീഡ് ഫോർ ഫ്രീക്വൻറ്റ് റീ അസസ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ അതിൽ എന്താണ് കാര്യങ്ങൾ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈ വെയിറ്റും അതുപോലെ തന്നെ നമ്മുടെ ന്യൂട്രീഷണൽ സ്റ്റാറ്റസും ഇതുപോലെ തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പേഷ്യൻസിനെ നോക്കണം. അതുപോലെ തന്നെ എന്താണ് അവരുടെ മസിൽ മാസ് കുറയുന്നുണ്ടോ, മസിൽ മാസ് കുറയുന്നതിന് കാരണം എന്തെങ്കിലും പോഷകാഹാരക്കുറവാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൽനെസ് അവർക്ക് വരുന്നത് കൊണ്ടില്ലെങ്കിൽ എന്തെങ്കിലും ഒരു രോഗാവസ്ഥയായിട്ടാണോ അവർക്ക് ഫ്ലൂയിഡ് ഓവർലോഡ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ അവർ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു പേഷ്യൻറ്റിന് ഇപ്പോൾ ഹോസ്പിറ്റലൈസേഷൻ കഴിഞ്ഞിട്ട് പിന്നത്തെ പ്രാവശ്യം അവരെന്താണ് ഡയാലിസിസിന് വരുമ്പോൾ നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അതായത് പേഷ്യൻറ്റ് ചിലപ്പോൾ ഇങ്ങനൊരു അസുഖം വന്നത് മൂലം ക്ഷീണിതനായിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഡ്രൈ വെയിറ്റിലൊക്കെ വ്യത്യാസങ്ങളൊക്കെ വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡ്രൈ വെയിറ്റൊക്കെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം വാല്യൂ ചെയ്യാൻ. ഇല്ലെങ്കിൽ ഡ്രൈ വെയിറ്റ് വീണ്ടും നമ്മൾ നോക്കി കഴിഞ്ഞിട്ട് ഡ്രൈ വെയിറ്റ് വല്ലാതെ താഴോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻറ്റിന് മരണം വരെ സംഭവിക്കാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. നെക്സ്റ്റ് പറയുന്നത് ഹൈപ്പർടെൻസീവ് അർജൻസീസ് ആൻഡ് എമർജൻസീസ് ആണ്. നമ്മൾ ആദ്യം മുതലേ പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഹൈപ്പർടെൻസീവ് അർജൻസിനെ കുറിച്ചിട്ട്. നമുക്കറിയാം ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഡയാലിസിസ് പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു കാര്യമാണ്. നമ്മുടെ ഡയാലിസിസിലോട്ട് നയിക്കുന്നതും ഹൈ ബി പി ഉള്ളവർക്ക് എന്തായാലും കാലക്രമേണ എന്ത് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്, ഡയാലിസിസ് വരാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട്. ഇനി അതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഈ ബി പിയുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് പറയുന്നത്. അപ്പം നമ്മുടെ ബി പിയുടെ റിഡക്ഷൻ എന്ന് പറയുന്നത് അതായത് ഇന്നെഡിക്കേറ്റ് വേഴ്സസ് ടു റാപ്പിഡ് ലോവറിങ്. ചിലർക്ക് പതുക്കാനെയായിരിക്കും ഈ ഒരു ബി പിയിൽ നമുക്ക് വ്യത്യാസങ്ങൾ വരുത്താനായിട്ട് സാധിക്കുക. ചിലപ്പോൾ പെട്ടെന്ന് ബി പി കുറഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ഇനി ക്രോണിക് ഹൈപ്പർ ടെൻഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തിനൊക്കെ കാരണമാവുന്നു? നമുക്ക് സെറിബ്രൽ ഓട്ടോ റെഗുലേഷൻ എന്ന് പറയുന്നത് കൂടുതലാവുന്നതിന് വേണ്ടിയിട്ടും അതുമൂലം നമുക്ക് പെട്ടെന്ന് എന്ത് സംഭവിക്കും? അതായത് ക്രോണിക് ഹൈപ്പർ ടെൻഷൻ സമയത്ത് സെറിബ്രൽ ഓട്ടോ റെഗുലേഷൻ അപ്വേർഡ് ആവുന്നു. അതുമൂലം നമുക്ക് ബി പിയിൽ കുറവ് വരികയും അതുപോലെ തന്നെ സെറിബ്രൽ ഇൻഫ്രാക്ഷനും ബ്ലൈൻഡ്നെസ്സൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളിലാവുമ്പോൾ നമ്മൾ തെറാപ്പി സ്റ്റോപ്പ് ചെയ്ത് വെക്കണം. ഇനി ഷോർട്ട് ആക്ടിങ് ഫോർമുലേഷനായിട്ടുള്ള നിഫാഡിപ്പിനൊക്കെ നമുക്ക് ഫസ്റ്റ് ലൈൻ ഡ്രഗായിട്ട് നമുക്ക് ഹൈപ്പർ ടെൻഷനുള്ള പേഷ്യൻസിന് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഇത് നമ്മൾ കൂടുതലായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ലോങ്ങർ ടൈം നമ്മൾ പേഷ്യൻറ്റിന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റേതായിട്ടുള്ള സൈഡ് എഫക്റ്റുകൾ കാണിക്കും. ഇപ്പോൾ മയോകാർഡിയൽ സെറിബ്രൽ ആൻഡ് റെറ്റിനൽ ഇഷ്കീമിയൊക്കെ ഉണ്ടാവുന്നതിന് കാരണമാവാറുണ്ട്. അതായത് നമ്മുടെ ഹാർട്ടിനാണെങ്കിലും ബ്രെയിനാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ കണ്ണിനാണെങ്കിലും ഒക്കെ ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഇനി ഇതേപോലെ തന്നെ ലോങ് ആക്ടിങ് പ്രിപ്പറേഷൻ ഓഫ് നിഫാഡിപ്പിൻ ഓർ അതർ ലോങ് ആക്ടിങ് കാൽസ്യം ആൻറ്റഗോണിസ്റ്റ് ഓർ ക്ലോണിഡിൻ ഷുഡ് ബി യൂസ്ഡ് ആസ് ഫസ്റ്റ് ലൈൻ തെറാപ്പി. നമ്മൾ ഫസ്റ്റ് ലൈൻ തെറാപ്പിയിൽ ലോങ് ആക്ടിങ് പ്രിപ്പറേഷൻ ആയിട്ടുള്ള നിഫാഡിപ്പിൻ അല്ലെങ്കിൽ ലോങ് ആക്ടിങ് കാൽസ്യം ആൻറ്റഗോണിസ്റ്റുകളോ അല്ലെങ്കിൽ ക്ലോണിഡിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ചില പേഷ്യൻസ് അതുപോലെ തന്നെ ഓൾറെഡി ഇത്തരത്തിലുള്ള ഡ്രഗ്സുകൾ അതുപോലെ തന്നെ ബീറ്റ ബ്ലോക്കേഴ്സ്, ACE ഇൻഹിബിറ്റേഴ്സ് കോമ്പിനേഷൻ കുഡ് ബി ആഡഡ്. ചില ആളുകളിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഡ്രഗിന് പുറമെ ബീറ്റ ബ്ലോക്കേഴ്സ് ആണെങ്കിലും ACE ഇൻഹിബിറ്റർ കോമ്പിനേഷൻ ആണെങ്കിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മൾ വായിലൂടെ കൊടുക്കുന്ന മെഡിസിനുകൾ പേഷ്യൻറ്റിനെ എഫക്റ്റ് ചെയ്യാതെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാരൻ്ററൽ ഡ്രഗ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത്. പാരൻ്ററൽ ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മസിലിലോട്ടോ അല്ലെങ്കിൽ വെയിനിലോട്ടോ ഒക്കെ ഇഞ്ചക്ഷൻ മൂലം നമുക്ക് തരാറുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമ്മുടെ ഹൈപ്പർ ടെൻഷൻ വരുന്നത് മൂലം നമുക്ക് ആർട്ടറി പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും പിന്നെ അതുപോലെ തന്നെ ഈ ഇത്തരത്തിലുള്ള ബ്ലഡ് നമ്മുടെ ശരീരത്തിലോട്ട് എല്ലായിടത്തോട്ടും ഒഴുകിപ്പോയിട്ടുണ്ടെങ്കിൽ ഇറിവേഴ്സിബിൾ ഓർഗൻ ഡാമേജ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളും ഉണ്ട്. ഇതുപോലെ ഹൈപ്പർടെൻസീവ് എൻസെഫലോപ്പതി, ഹൈപ്പർടെൻസീവ് ലെഫ്റ്റ് വെൻട്രിക്കുലർ ഫെയിലിയർ. ഹൈപ്പർടെൻസീവ് എൻസെഫലോപ്പതി നമ്മുടെ ബ്രെയിനിനെ ബാധിക്കുന്നു. അതുപോലെ തന്നെ ഹൈപ്പോടെൻസീവ് ലെഫ്റ്റ് വെൻട്രിക്കുലർ ഫെയിലിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർട്ടിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ. ഹൈപ്പർടെൻസീവ് അസോസിയേറ്റഡ് അൺസ്റ്റെയിനബിൾ ആൻജൈന, മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ. ആൻജൈന അതുപോലെ തന്നെ മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അറ്റാക്ക് ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഈ ഒരു ഹൈപ്പർ ടെൻഷൻ കാരണമാവുന്നുണ്ട്. അതുപോലെ തന്നെ
അയോട്ടിക് ഡിസെഷൻ ആൻഡ് സെറിബ്രൽ ഹെമറേജ് ഓർ ബ്രെയിൻ ഇൻഫ്രാക്ഷൻ സച്ച് എമർജൻസീസ്. നമ്മുടെ അയോർട്ടിനെ ബാധിക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിലെ ഹെമറേജുകൾ, മുറിവുകൾ ഉണ്ടാക്കുന്നത്, ബ്രെയിനിൽ ഇൻഫ്രാക്ഷൻസ് ഒക്കെ പെട്ടെന്ന് നമുക്ക് ബ്രെയിൻ മസ്തിഷ്ക മരണമൊക്കെ സംഭവിക്കുന്നതിനൊക്കെ വേണ്ടി ഇത് കാരണമാവുന്നു. അതുപോലെ നമുക്ക് ഇത് ട്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പാരൻ്റൽ ഡ്രഗ്സ് യൂസ് ചെയ്യാം. പാരൻ്റൽ ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഞ്ചക്ഷനിലൂടെ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ നമുക്ക് മസിലിലോട്ടോ അല്ലെങ്കിൽ നമ്മുടെ വെയിനിലോട്ടൊക്കെ കൊടുക്കുന്നത്. പിന്നെ ഇതിന് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുന്നത് നൈട്രോപ്രൊസൈഡ് എന്ന് പറയുന്നത് നമുക്ക് IV-യിലൂടെ കൊടുക്കുന്നുണ്ട്. 0.3 to 0.8 മൈക്രോഗ്രാം പെർ കിലോഗ്രാം ആണ് പെർ മിനിറ്റിൽ നമ്മൾ കൊടുക്കുന്നത്. മാക്സിമം ഇത് പേഷ്യൻസിന് കൊടുക്കാനായിട്ട് പറ്റുന്നത് 8 മൈക്രോഗ്രാം പെർ കിലോഗ്രാം പെർ മിനിറ്റിലാണ് കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. പിന്നെ നമ്മളിത് കൊടുക്കുന്നത് ഹാർട്ട് ഫെയിലിയർ അതുപോലെ തന്നെ ഡിസെക്ഷൻ, എന്യൂറിസമൊക്കെ കുറയുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. പക്ഷേ നമ്മളിത് കെയർഫുള്ളായിട്ട് മോണിറ്റർ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ടോക്സിക് ആയിട്ടുള്ള മെറ്റബോളൈറ്റുകൾ ഇത് ഉണ്ടാക്കുന്നതിന് കാരണമാവും. അങ്ങനെ ടോക്സിക് ആയിട്ടുള്ള മെറ്റബോളൈറ്റ് എന്ന് പറയുന്നത് തയോസൈനേറ്റ് ആണിത് ഉണ്ടാവുന്നത്. ആ തയോസൈനേറ്റ് നമ്മുടെ കിഡ്നീനെ ബാധിക്കുന്നതാണ്, റീനൽ ഫെയിലിയർ ഉണ്ടാക്കുന്നതാണ്. ഈ സൈനൈഡ് ലെവൽ എന്ന് പറയുന്നത് നമ്മളിതുപോലെ തന്നെ പേഷ്യൻറ്റിന് മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ മോണിറ്റർ ചെയ്യണം. ഓരോ 48 മണിക്കൂർ കഴിയുമ്പോഴും നമ്മളിത് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഷുഡ് നോട്ട് എക്സീഡ് 10 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ. ഈ ഒരു തയോസൈനേറ്റിൻ്റെ അളവ് 10 മില്ലിഗ്രാം പെർ ഡെസിലിറ്ററിന് കൂടുതൽ പേഷ്യൻ്റെ ശരീരത്തിൽ ഉണ്ടാവാനായിട്ട് പാടില്ല. ഇനി തയോസൈനേറ്റ് നമ്മുടെ ശരീരത്തിൽ കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻറ്റിന് പൊടിച്ചു തികട്ടൽ, ഛർദി, മയോക്ലോണിക് മൂവ്മെൻറ്റ്സ് ഉണ്ടാവുക, അതുപോലെ തന്നെ അപസ്മാരം ഉണ്ടാവുക എന്നിങ്ങനെയുള്ള കണ്ടീഷൻസൊക്കെ ഉണ്ടാവാം. പിന്നെ അപ്പോൾ നമ്മൾ ബോത്ത് നൈട്രോപ്രൊസൈഡ് ആൻഡ് ഇറ്റ്സ് മെറ്റാബോളൈറ്റ് ആർ റീഡിലി റിമൂവ്ഡ് ബൈ ഡയാലിസിസ്. അപ്പോൾ ഇതുപോലെ തയോസൈനേറ്റിൻ്റെ ഒക്കെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഡയാലിസിസിലൂടെ റിമൂവ് ചെയ്യേണ്ടതാണ്. ഇൻട്രാവീനസ് ലാബറ്റലോൾ മേ ഓൾസോ ബി കൺസിഡർഡ് ഇൻ പേഷ്യൻറ്റ് വിത്തൗട്ട് ഹാർട്ട് ഫെയിലിയർ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേറൊരു മെഡിസിൻ തന്നിരിക്കുകയാണ്. ഇൻട്രാവീനസിൽ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുന്നത് ലാബറ്റലോൾ എന്ന് പറഞ്ഞിട്ടുള്ള മെഡിസിൻ നമുക്ക് ഹാർട്ട് ഫെയിലിയർ, ആസ്മ, ഹാർട്ട് ബ്ലോക്ക് ഇതൊന്നും ഇല്ലാത്ത ആളുകളിൽ 2 മില്ലിഗ്രാം പെർ മിനിറ്റിൽ ടോട്ടൽ 2 മില്ലിഗ്രാം പെർ കിലോഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ള കണക്കിൽ നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ ഹൈഡ്രാലാസിൻ എന്ന് പറഞ്ഞ മെഡിസിൻ 10 തൊട്ട് 20 മില്ലിഗ്രാം ഇതുപോലെ തന്നെ സ്ലോവ്ലി നമുക്ക് ഇൻട്രാവീനസിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷനൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. പക്ഷേ ഡ്രഗ് ഷുഡ് ബി അവോയ്ഡഡ് ഇൻ ഇഷ്കീമിക് ഹാർട്ട് ഡിസീസസ്. നമുക്ക് ഇഷ്കീമിക് ഹാർട്ട് ഡിസീസുകൾ ഉള്ളവരിലാണെങ്കിൽ ഈ ഒരു ഹൈഡ്രാലാസിൻ എന്ന് പറഞ്ഞുള്ള മെഡിസിൻ നമുക്ക് കൊടുക്കാനായിട്ട് പാടുള്ളതല്ല. ഓക്കെ, ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ചാപ്റ്റർ അവസാനിച്ചു. താങ്ക് യു.